Hello beautiful people, welcome back to another food related video. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഫുഡ് റിലേറ്റഡ് വീഡിയോ മലയാളത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അറിയില്ല, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. ഓക്കെ, കാരണം നാട്ടിൽ പോയിട്ട് ഞാൻ ട്രൈ ചെയ്ത ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോ ആണ് ഈ പ്രാവശ്യം ഷെയർ ചെയ്യുന്നത്. കുറേ യമ്മി ഫുഡ് ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. ലൈക്ക് എസ്പെഷ്യലി കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ദോശ കഴിച്ചു, സദ്യ കഴിച്ചു, വിഷു സദ്യ എല്ലാം അമേസിങ് ആയിരുന്നു. പായസം, ഉണ്ണിയപ്പം, കുറേ ഫുഡുകൾ കഴിച്ചു ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ. ആൻഡ് ഭയങ്കരമായി എൻജോയ് ചെയ്തു. ആൻഡ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് തോന്നി. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് പറയുക, അല്ലെങ്കിൽ എന്താണ് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, ആൻഡ് ഞാൻ ശരിക്കും നാട്ടിൽ പോകുമ്പോൾ എപ്പോഴും നാട്ടിലത്തെ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നാട്ടിലെ കുറേ വെറൈറ്റീസ് ആണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്യാനും ട്രൈ ചെയ്യാനും നോക്കിയത്. ഓഫ് കോഴ്സ് റൈസ്, സദ്യ ടൈപ്പ്, താലി ടൈപ്പ് ട്രൈ ചെയ്തു 1-2, ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ആൻഡ് ഹോട്ടൽസ് എത്ര ഓപ്ഷൻസ് അല്ലേ നാട്ടിൽ. ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഒരുപാട് ഓപ്ഷൻസ് കണ്ടു. ഇറ്റ് വാസ് ലൈക്ക് എന്നും ലൈക്ക് ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഓർഡർ ചെയ്യാനും കുക്ക് ചെയ്യാൻ നമ്മൾ അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല. ബിക്കോസ് ഇറ്റ് വാസ് ഓൺലി ഫ്യൂ ഡേയ്സ് ആൻഡ് വി വോണ്ടഡ് ടു ട്രൈ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അപ്പോൾ അതിലെ കുറച്ച് വീഡിയോസ് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് അറിയിക്കുക നിങ്ങൾക്കിത് എന്ത് തോന്നി എന്നുള്ളത്. ഓക്കെ, സോ താങ്ക് യു ഫോർ യുവർ ടൈം ഹിയർ. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. താങ്ക് യു ആൻഡ് ബൈ. ഈ ഫുഡ് നമ്മൾ എയർപ്ലെയിനിൽ കയറുന്നതിന് മുമ്പ് കഴിച്ച ഫുഡാണ് കേട്ടോ. അതിൻ്റെ ജസ്റ്റ് ഒരു ഗ്ലിംസ് ഇവിടെ ഇൻക്ലൂഡ് ആക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. നമുക്കധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഫുഡ് മാത്രം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാമെന്നുള്ള പോലെ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്യാനായിട്ട്, ടേസ്റ്റ് ചെയ്യാനായിട്ട് എങ്ങനെയുണ്ട് എന്ന് അറിയാനായിട്ട്. Badam milkshake. Badam milkshake. What's that mean? It's like almond milkshake. It's not the same as a regular Pepsi. Really? Try to tear a piece in half. How is it? No, Friday we had school. Really? Yeah. Remember? We did. But you didn't study anything. Yeah. ഇന്ത്യൻ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, മലയാളി ഉണ്ട്. അതല്ലേ രാത്രിയിൽ പാരഗൺ സ്പെഷ്യൽ പൊറോട്ട ആൻഡ് കറി കഴിച്ചതിന് ശേഷം രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ആര്യാസിൽ പോയിട്ടോ. അവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ശരിക്കും യമ്മി ഫുഡായിരുന്നു. എല്ലാ പ്രാവശ്യവും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ബേക്കറി ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യലൊരു മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു കേക്ക് വാങ്ങി കട്ട് ചെയ്ത് കഴിച്ചു നോക്കി. പക്ഷെ അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ബട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അവർ നല്ല ചോക്ലേറ്റ് മോയ്സ്റ്റ് ലുക്ക് ഉണ്ടായിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ, ഐ മീൻ ടേസ്റ്റ് അത്ര എക്സ്പെക്റ്റ് ചെയ്ത് അത്ര നന്നായില്ല. യൂഷ്വലി വളരെ നല്ല കേക്ക്സ് കിട്ടാറുണ്ട് നമ്മുടെ നാട്ടിൽ. From here, shouldn't you know? It's not my birthday, Mama. Stop that. Happy deal day for us. What is deal day? I did a deal today, that's why I was busy now. Does that mean you won't, since the deal is done, you won't drag me outside anymore? Hopefully no, except for the dentist and optic person. You promised me that I would get to stay at home and do nothing. What is this? Because today so long we cannot make. പൊറോട്ട ഒട്ടും ഹെൽത്തി അല്ല എന്ന് നന്നായിട്ടറിയാം. പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പൊറോട്ട ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തൊരു മിസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് പൊറോട്ട ആൻഡ് കറി മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ് റെസ്റ്റോറൻറ്റിലെ ഫുഡ് താലി ട്രൈ ചെയ്തതാണ്. നോൺ വെജ് താലി ആയിരുന്നു.
നോൺ വെജ് ഓർ വെജ് എനിക്ക് ഓർമ്മയില്ല, ബട്ട് ഇറ്റ് വാസ് അമേസിങ്. നല്ല ഫുഡായിരുന്നു, നല്ല കറി, ഒത്തൻറ്റിക് ടേസ്റ്റ്, നമ്മുടെ നാട്ടിലുള്ള ഒത്തൻറ്റിക് ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ആൻഡ് അവരുടെ തന്നെ ഡ്രിങ്ക്സ് വാസ് ഓൾസോ ഗുഡ്. ജ്യൂസ് ആൻഡ് എന്താണ് ഓറിയോ ഷേക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്തു. It was pretty yummy and നല്ല ambience and clean and neat environment. Food was also good. നല്ലൊരു സെറ്റപ്പായിരുന്നു കേട്ടോ. ഇത് അനദർ ഡേ ലൈക്ക് എനിക്ക് തോന്നുന്നു ഹൈദരാബാദി പനീർ കബാബാണെന്ന് തോന്നുന്നു ഇത്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. പക്ഷേ അഗെയിൻ ഇറ്റ് വാസ് ഗുഡ്. ആൻഡ് കാഷ്യൂ പനീർ കറി, ഓ മൈ ഗോഡ്, അത് അമേസിങ് ആയിരുന്നു കേട്ടോ. ഇതൊരു ബിസി ഡേ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാനൊന്നും, യൂഷ്വലി നമ്മൾ ദോശ, ഇഡ്ഡലി, പുട്ട് മീൻസ് ഓൾ ദോസ് ഐറ്റംസ് ആണല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക. അപ്പോൾ അത് കുക്ക് ചെയ്യാനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ തന്നെ മ്യൂസ്ലി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് തന്നെ ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് ആൻഡ് ഗ്രീക്ക് യോഗർട്ട് മിക്സ് ചെയ്തിട്ട് വി ഹാഡ് ഇറ്റ്. അപ്പോൾ അതായിരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇറ്റ് വാസ് ഈസി അല്ലേ, കുക്ക് ചെയ്യാനൊന്നും അധികം ടൈമൊന്നും എടുത്തില്ല. വെരി ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളത് കഴിച്ചു. ഇവിടെ 2 plates, ഒരെണ്ണം എനിക്കും ഒരെണ്ണം അമ്മയ്ക്കാണ് കേട്ടോ. അമ്മ എന്ന് പറഞ്ഞാൽ ദിലൻ്റെ അമ്മയ്ക്ക്. ദിലൻ നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ. ആൻഡ് പട്ടു ഡിൻ വാണ്ട് മ്യൂസ്ലി ബ്രേക്ക്ഫാസ്റ്റ്. പട്ടു ഹാഡ് സം എഗ്സ്. അപ്പോൾ വി ഡിൻ ബോദർ, വി ജസ്റ്റ് 2 പ്ലേറ്റ് മാത്രം ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ അമ്മയ്ക്ക് ഇത്രയും കറക്റ്റായിട്ട് പറഞ്ഞേ ആളെ പേര് എനിക്ക് പറഞ്ഞായിരുന്നു. സൗകര്യം ഞാൻ കൊണ്ടത് ഞങ്ങളുടെ ഡ്രൈനേജ് ദിസ് ഇസ് മീ. നമ്മൾ ഞാൻ ഫൈനൽ ടച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിന്. ജസ്റ്റ് ആ ഗ്രീക്ക് യോഗേർട്ട് സ്പ്രെഡ് ചെയ്യുക. ആൻഡ് ഇത് യമ്മിയാണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മ്യൂസ്ലി ഫ്രഷ് ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ആൻഡ് ക്രിസ്പി ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് നല്ല യമ്മി ആയിട്ട് നമുക്ക് കഴിക്കാം. ചിലർക്ക് സോഗി ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പോൾ സോഗി ആണെങ്കിലും കുഴപ്പമില്ല, ഇറ്റ് ഗെറ്റ് സോഗി ഓവർ ടൈം. നമ്മൾ ഇവിടെ ഹാജി അലിയുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ നാട്ടിലെ ശോഭ സിറ്റി മോളിലുള്ള ഹാജി അലിയിൽ നിന്ന് വാങ്ങി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. ആൻഡ് ഇറ്റ് വാസ് പ്രെറ്റി യമ്മി. ഇന്ത്യൻ മെക്ഡോണൾഡ്സ് ലുക്സ് ലൈക്ക് അല്ല, ഇന്ത്യയിലെ മെക്ഡോണൾഡ്സ് എങ്ങനത്തെയാണെന്ന് അറിയാനേ. ഇത് കണ്ടിട്ട് ദുല്ലൻ ഞങ്ങളെ ഭയങ്കര കളിയാക്കലായിരുന്നു. ഹി വാസ് ലൈക്ക്, നിങ്ങൾ മാക്ഡോണൾഡ്സ് കഴിക്കാനാണോ നാട്ടിൽ പോയത്? നാട്ടിൽ ഇത്ര അധികം വെറൈറ്റീസ് ഉള്ളപ്പോഴാണോ നിങ്ങൾ മാക്ഡോണൾഡ്സ് വാങ്ങി കഴിക്കണമെന്ന് ചോദിച്ചു കേട്ടോ. ബട്ട് ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. നല്ല യമ്മി തന്നെയായിരുന്നു. ഫുഡ് വാസ് ലൈക്ക് യമ്മി ഫുഡായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് വർത്ത് എ ട്രൈ. നമുക്കറിയില്ലല്ലോ എന്താണ് നാട്ടിലത്തെ ടേസ്റ്റ്, ബട്ട് ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ്. ഇത് നമ്മുടെ വിഷു സദ്യയാണ് കേട്ടോ. സാധാരണ നമ്മൾ വിഷു നാട്ടിലുള്ളപ്പോൾ എപ്പോഴും കുക്ക് ചെയ്യാനാണ് പതിവ്, അങ്ങനെ ഓർഡർ ഒന്നും ചെയ്യാറില്ല. ഇവിടെ നമ്മൾ ഓർഡർ ചെയ്യാറാണ് യൂഷ്വലി, ബട്ട് നാട്ടിലുള്ളപ്പോൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാറുണ്ട് വിഷു സദ്യയൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഫാമിലി എമർജൻസീസ് ഉണ്ടായിരുന്നു, കുറച്ച് വേറെ ഇതിൽ വി ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് സം തിങ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം എലാബറേറ്റ് കുക്കിങ്ങിനൊന്നുമുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇറ്റ് വാസ് പ്രിറ്റി യമ്മി. വൈകിട്ട് ലതമേമ വീട്ടിലുണ്ടാക്കിയ പരിപ്പ് പ്രഥമനും ഉണ്ണിയപ്പമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇത്. യമ്മി ആസ് ഓൾവേസ്. ലതമേമ ഇസ് എ സൂപ്പർബ് കുക്ക്. അപ്പോൾ സൂപ്പർബ് ഉണ്ണിയപ്പവും പരിപ്പ് പ്രഥമനുമാണ് കേട്ടോ ഞാൻ അന്ന് ട്രൈ ചെയ്തത് ഈവനിങ്ങിൽ. നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല എന്തെങ്കിലും തണുപ്പ് കഴിച്ചുകൊണ്ടിരിക്കാനാണ് കേട്ടോ നാട്ടിലുള്ളപ്പോൾ തോന്നിയത്. ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ കുറച്ച് ഐസ്ക്രീംസ് വീക്കെൻഡിൽ പോയിട്ട് കുറച്ച് ഐസ്ക്രീംസ് നമ്മൾ വാങ്ങിയതാണ് ഇത്. ആൻഡ് 2-3 വെറൈറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്കറിയില്ല, പാക്കേജിങ് ഒട്ടും പ്രോപ്പറായിട്ട് തോന്നിയില്ല. ഓപ്പൺ ചെയ്തപ്പോൾ എന്താണെന്നറിയില്ല, മീൻസ് ഹാഫ് ദ കണ്ടെയ്നർ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് സർപ്രൈസിങ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. 2-3 വെറൈറ്റി ഉണ്ടായത്. ആൻഡ് യൂഷ്വൽ ടേസ്റ്റ് ലൈക്ക് യൂഷ്വൽ ബാസ്കിൻ റോബിൻസിൻ്റെ ടേസ്റ്റ് തന്നെയായിരുന്നു.
നാട്ടിൽ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ് ഒത്തൻറ്റിക് നാട്ടിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നാട്ടിലത്തെ ഒത്തൻറ്റിക് ടേസ്റ്റുള്ള ഫുഡ് ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ കേട്ട് മടുത്തപ്പോൾ മമ്മിയും മമ്മിയുടെ സിസ്റ്റേഴ്സും കൂടിയിട്ട് നാട്ടിലേക്ക് വെച്ച് പലഹാരങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് അടപ്രഥമൻ, ഞങ്ങൾക്കെല്ലാം അടപ്രഥമൻ ഇഷ്ടമാണ്. അപ്പോൾ അത് കൊണ്ടുവന്നു. ആൻഡ് ഇത് മഞ്ഞ, ഞങ്ങളുടെ നാട്ടിൽ പറയാം ഇതിന് ഐനാസ് എന്നാണ്. എനിക്കറിയില്ല ബാക്കിയുള്ള സ്ഥലങ്ങൾ എന്താ പറയാന്ന്. എനിക്ക് ഭയങ്കര കളിയാക്കൽ കിട്ടാറുണ്ട് കേട്ടോ ഞങ്ങളുടെ സൈഡിലത്തെ ഓരോ വാക്കുകൾ പറയുമ്പോൾ. ഇതിന് കിണ്ണത്തപ്പം എന്ന് പറയും. ആൻഡ് ആ റൗണ്ട് ഈ സാധനത്തിന് അച്ചപ്പം എന്ന് പറയും. ഓക്കെ, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിനൊക്കെ എന്താ പറയാമെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ. എനിക്ക് കുറേ കളിയാക്കൽ കേൾക്കാറുണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ. ആൻഡ് ഇറ്റ് വാസ് കൊഴുക്കട്ട ഇൻസൈഡ്. എഗെയിൻ അവിടെ ശോഭ സിറ്റിയിൽ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വൺ ആഫ്റ്റർ ദി അതർ ഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇത് ബോബ ടീ വാങ്ങിയതാണ്. ആൻഡ് ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് ഇത് എന്തോ തായ് സ്പെഷ്യൽ മാംഗോ ഡ്രിങ്ക്, എനിക്ക് പേര് ഓർമ്മയില്ല. എഗെയിൻ ഇറ്റ് വാസ് ഓൾ ഓക്കെ. അത്രയ്ക്ക് ഫാൻറ്റാസ്റ്റിക് ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. എഗെയിൻ ഇത് എൻ്റെ ഒത്തൻറ്റിക് കേരള ഫുഡ് ട്രയലാണ്. ഇറ്റ് ഈസ് പാൽക്കപ്പ വിത്ത് ചിക്കൻ കറി. അമേസിങ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അമേസിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യമ്മി സാധനമായിരുന്നു. ഇതൊരു റൈസ് ഫ്ലോർ, അതായത് അരിപ്പൊടി ആൻഡ് കോക്കനട്ട് കോമ്പിനേഷനിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. ഭയങ്കര യമ്മിയാണ്. അഗെയിൻ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലത്തെ ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് അല്ലേ, റൈസ് ആൻഡ് കോക്കനട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഒത്തൻറ്റിക് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡാണ്. ഇറ്റ് വാസ് പ്രിറ്റി യമ്മി ടു. ഇവിടെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്, ഞാൻ താളി ഓർഡർ ചെയ്തില്ല. ഇൻസ്റ്റൻറ്റ് ഞാൻ റൊട്ടി ഓർഡർ ചെയ്തു. പക്ഷേ ഇവരുടെ താളി അമേസിങ് ടേസ്റ്റ് ആയിരുന്നു. യമ്മി കോമ്പിനേഷൻസ് ആൻഡ് കറി ഗ്രേവി എല്ലാം നല്ലതായിരുന്നു. അത് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കായിട്ട് എനിക്ക് തോന്നി. ഇൻസ്റ്റെഡ് ഓഫ് നോർത്ത് ഇന്ത്യൻ ഞാൻ ശരിക്കും താളി മിസ് ചെയ്തു. ഇതൊരു അനദർ റെസ്റ്റോറൻറ്റ്, വെരി ഫേമസ് മസ്റ്റ് ട്രൈ റെസ്റ്റോറൻ്റ് ആണ് തൃശ്ശൂര് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രൈ ചെയ്തതാണ്. ആൻഡ് ദ ഫുഡ് വാസ് പ്രിറ്റി ഗുഡ്. ഓക്കെ, അതും നല്ല ഫുഡ് തന്നെയായിരുന്നു. എന്താണത്? ഫിഷ് കറി. That? No thanks. You want to serve? No, what? No, put it here and have. Why? This is serving plate. But it'll... ഇതൊരു ഫിഷ് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ മാക്സിമം ഐറ്റംസ് ഫിഷ് റിലേറ്റഡ് ആയിരുന്നു. നല്ല യമ്മി ഫുഡായിരുന്നു കേട്ടോ. അധികം വെറൈറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ബട്ട് സ്റ്റിൽ നല്ല ഫുഡൊക്കെ ആയിരുന്നു. ആൻഡ് ഇതൊരു ജസ്റ്റ് ഒരു പൈനാപ്പിൾ ജ്യൂസ് ടു എൻഡ് ലഞ്ച്. ഹെവി ലഞ്ചായിരുന്നു, അതുകൊണ്ട് തന്നെ എൻഡ് ചെയ്യാനായിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ്. I know.
start having. Your വീട് അവിടെ. Can I eat it now? ഇവിടുത്തെ മസാല ദോശ കഴിച്ചതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫ്ലേവർ ആൻഡ് എൻ്റെ പാലറ്റിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു ദോശയാണ് ഞാൻ ഇവിടുന്ന് കഴിച്ചത്. മസാല ദോശ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയണം. പക്ഷെ പലരോടും ഞാനിത് ഡിസ്കസ് ചെയ്തപ്പോൾ അവരെല്ലാം അവർക്കൊന്നും അധികം വലിയ ഇഷ്ടമൊന്നുമില്ല ഇവിടുത്തെ ഫുഡ് എന്നാണ്. പക്ഷേ എനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നി കേട്ടോ. പ്രോബബ്ലി എൻ്റെ ടേസ്റ്റിനോ ഫ്ലേവറിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ദോശയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ദിസ് ഈസ് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ ട്രൈ ചെയ്തതാണ്. ആൻഡ് ദില്ലൻ പറഞ്ഞു അവിടെ മാത്രമാണ് ഈ റെഡ് കളർ മസാല ഉള്ള മസാല ദോശ ഉള്ളതെന്ന്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെഡ് കളർ ഉള്ള മസാല ദോശ ട്രൈ ചെയ്യുന്നതെന്ന്. ഇറ്റ് വാസ് ഓക്കെ യമ്മി ആയിരുന്നു കേട്ടോ. അത് മോശമൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് പ്രിറ്റി യമ്മി. ആൻഡ് ഇതാണ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ദോശ നാട്ടിൽ നിന്ന് കഴിച്ചത് ഫ്രം ദി എയർപോർട്ട്.